ഹലോ, ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം 2-3 വട്ടമായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ്. നമ്മൾ ചപ്പാത്തി ഇതുപോലെ കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തത്തില്ലേ, അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് പരത്തുന്നതിന് പകരം 2-3 എണ്ണം ഒന്നിച്ച് വെച്ച് എളുപ്പത്തിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് പണി തീർക്കുന്ന ഒരു ട്രിക്ക് കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ അതേണ്ട ഞാനിവിടെ ചപ്പാത്തിയുടെ മാവെല്ലാം ഇങ്ങനെ ബോളാക്കി നല്ലോണം കുഴച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പരത്തി നോക്കാം അത് കണക്ക്. അപ്പം ഞാൻ വേണ്ട എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കന്നേരം അത് പരത്തി നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അറിയണമല്ലോ. അപ്പം ഞാനിപ്പം അവരൊരു 4-5 എണ്ണം ഒന്നിച്ച് ഇതുപോലെ വെച്ചാണ് പരത്തിയത്. ഞാൻ വെച്ചൊരു 3 എണ്ണം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി പണി പാളുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം ആദ്യം മുതൽ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ആദ്യമേ വലിയ ആവശ്യത്തിന് നമ്മൾ 5-6 എണ്ണം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആദ്യം ജസ്റ്റ് നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ച്. അപ്പം ഇതുപോലെ ബോള് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വട്ടത്തിലാക്കി എടുക്കുവേ. 3 എണ്ണം വേണോ 2 എണ്ണം വേണോ? എന്തായാലും ഇരിക്കട്ടെ, 3 എണ്ണം ഇല്ലേ ഉള്ളൂ, ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ്ട 3 എണ്ണം എടുത്തേ. ഇനി ഇത് നമുക്ക് സാധാ ചപ്പാത്തിക്ക് നമ്മൾ പരത്താൻ നേരം പൊടി ആക്കുമല്ലോ, അതുപോലെ നമുക്കൊന്ന് പൊടിക്കകത്തൊന്ന് മുക്കിയെടുക്കാം. വേണ്ട പൊടിക്കകത്ത് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമതൊന്നും കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തതും കൂടെ പൊടിയിലൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇനി ഇതും കൂടെ അതുപോലെ നമുക്ക് ചെയ്ത് ഇതും കൂടെ അതിൻ്റെ മുകളിൽ വെക്കാം. ഈശ്വര, അപ്പോൾ ഇതിൻ്റെ 3 എണ്ണം ഞാനിവിടെ ഒന്നിച്ച് പരത്തിയെടുക്കാൻ പോയി. അപ്പം ഞാൻ ഞെട്ടിക്കും. ഓ, ഇതിപ്പോൾ ഭയങ്കര ഇതിപ്പോൾ വലിയ വണ്ണമുള്ളൊരു ചപ്പാത്തി ആകുമെന്ന് തോന്നുന്നു. മിക്കവാറും ഇത് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇപ്പോൾ ഒരുമാതിരി വലിയ സൈസ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഈ ഇളക്കിയെടുക്കുന്ന നേരത്തിന് എനിക്ക് തോന്നുന്നു നമുക്ക് 4 എണ്ണം പരത്താൻ പറ്റും കേട്ടോ. ഇതെന്നെക്കൊണ്ട് എന്തായാലും ഇളക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ഫ്ലോപ്പ് ആയിപ്പോയി. നമുക്ക് ഒന്നും കൂടെ നോക്കാം. 2 എണ്ണം മാത്രം വെച്ചൊന്ന് നോക്കാവേ. അപ്പം ആ വീഡിയോയിലാണെങ്കിൽ ഭയങ്കര 4-5 എണ്ണമൊക്കെ ഒന്നിച്ചൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഇളക്കി പേപ്പർ പോലെ എടുത്ത് മാറ്റുമായിരുന്നു. ഇത് 2 എണ്ണം വെച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഞാൻ കുറച്ചധികം മാവ് ഞാൻ ഇതിനകത്തെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 എണ്ണം മാത്രം ഒന്ന് നോക്കട്ടെ. ഇത് ഇത്ര ആയപ്പോൾ തന്നെ ഇതുപോലൊരു ഒരിക്കലും എനിക്ക് ഇതിനകത്ത് 2 ചപ്പാത്തിയുടെ മാവ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് 2 കൂടെ ചേർന്ന് നല്ല വണ്ണമുള്ളൊരു ചപ്പാത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇതിനകത്ത് പൊളിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ വീഡിയോയിൽ അവരെങ്ങനെയാണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ പഴയ പോലെ വീണ്ടും ഇത് 2 ആക്കും. ആദ്യത്തേത് ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? 3 ആക്കണം.
ഇനി നമുക്ക് ഇതെല്ലാം 1 by 1 ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അങ്ങനെ എന്തായാലും നമ്മൾ വീഡിയോയിൽ കണ്ട എളുപ്പപ്പണിയൊന്നും ഇവിടെ വർക്കൗട്ട് ആയില്ല. ഇനി ഞാൻ ചെയ്തതിൽ വല്ല മിസ്റ്റേക്കും വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ഇങ്ങനെയുള്ളത് കണ്ടിട്ടുള്ളത്. ഒരാളുടെ മാത്രമല്ല, ഞാൻ 2-3 പേരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മാവ് പൊടി നനച്ചപ്പോൾ അവരിനി ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ ചേർത്തോ അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇനി ചെയ്തതിനകത്ത് വന്ന വല്ല മിസ്റ്റേക്കും ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം അതേണ്ട ആ ട്രിക്കൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് സാധാ രീതിയിൽ ചപ്പാത്തി പരത്തിയാലേ ശരിയാവത്തുള്ളൂ. അപ്പം ഈ ഒരു രീതി ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ട് പരീക്ഷിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്കിത് സക്സസ് ആയോ അതോ ഫ്ലോപ്പായി പോയോ എന്ന്. അപ്പം എനിക്കെന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ചപ്പാത്തി എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.